അടിപൊളി ടേസ്റ്റാ. ഞാൻ സാപ്പിട്ടതേ ഇല്ല. ഇല്ല, ഉണ്ടാക്കി തരാം. അപ്പൊ ഞെട്ടുന്ന്. ഹലോ, ആരാ? സതീഷ്? ഏത് സതീഷ്? ആ ചേട്ടാ പറഞ്ഞോ. ആ വാഴക്കാല. അയ്യോ ചേട്ടാ, ഞാനതിന് കുഴിപ്പളത്തില്ലല്ലോ, ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്ന വാഴക്കാലയിൽ. ആ ഇല്ല, അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്. ആണോ? പയ്യനാ? ഓ, മോനും ഫ്രണ്ട്സും. ആ അതിനിപ്പോ എന്ത്, ഇവിടെ എത്തുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. ഓ ആയിക്കോട്ടെ, ശരി. யாரு லட்சு? കുഴിപ്പളത്തുള്ള സതീശൻ ചേട്ടനാ. ആ ചേട്ടനും പിള്ളേരും എന്തിനാണ് ഇങ്ങോട്ട് വരണേ? வரட்டுமே, இங்க வந்துட்டு போட்டும். இந்த வழி போறச்ச அவங்க வந்து ஏறிட்டு போவாங்க, அவ்வளவுதான். എന്തെങ്കിലും കാണിക്കട്ടെ. പാത്ത്. ഈ പറഞ്ഞ സതീശൻ ചേട്ടൻ ഉണ്ടല്ലോ, കുഴിപ്പളത്ത് അച്ഛൻ്റെ ഫ്രണ്ടാ. ഭയങ്കര കോമഡിയാണ്. ആൾക്ക് 5 മിനിറ്റ് പോലും വിശപ്പില്ലാതിരിക്കില്ല, ഫുൾ ടൈം വിശപ്പാണ്. അവിടെ വീട്ടിൽ വരുമ്പോൾ തന്നെ പറയും, ലച്ചുവേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോന്ന്. അപ്പൊ ഞാൻ അടുക്കളയിലുള്ള എല്ലാ സാധനവും എടുത്തു കൊടുക്കും. அந்த കത്തി വേണ്ട ലച്ചു, മൂർച്ചയില്ല, ഇതെടുത്തുക്കോ. സതീശ ചേട്ടനെ പറ്റി എന്താ പറയണെന്ന് അറിയോ? ഞാൻ കുഴിപ്പളത്തെ ഐശ്വര്യമാണെന്ന്. കുഴിപ്പളത്തെ യഥാർത്ഥ ഐശ്വര്യം കാണണമെങ്കിലേ ഇവിടെ വന്ന് നിൽക്കണം. എന്താ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലേ അമ്മൂമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഭയങ്കര പുച്ഛമാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല, ഞാൻ ജനിച്ചപ്പോ തൊട്ട് തുടങ്ങിയതാണ്. ഈ പുച്ഛം കണ്ടിട്ടല്ലേ പിള്ളേരും അതേപോലെ ഫോളോ ചെയ്യണം. അല്ലാതെ നിന്റെ സ്വഭാവം കണ്ടിട്ടല്ല. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എനിക്കേ അമ്മൂമ്മയുടെ സ്വഭാവമാണ് കിട്ടിയെന്നാണ് എല്ലാരും പറയുന്നത്. അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഒരു വിചാരമുണ്ട്. പോട്ടെ, എനിക്ക് പറയണ്ട. അല്ല, നീ പറയാമോ? നീ എന്തോന്ന് പറ. അയ്യോ അതൊന്നും ഇല്ല, ഞാൻ വിട്ടത്. എടി പറ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ ഉദ്ദേശമില്ലെന്ന്. ഞാൻ പറയുന്നില്ല അത്. ഞാൻ അത് പറഞ്ഞിട്ട് വേണം ഇവിടെ കിടന്ന് പറയടി. ഇവിടെ കിടന്ന് താണ്ടവാടാൻ. ഞാൻ എപ്പോഴാടി താണ്ടവാടുന്നേ? അയ്യോ, താണ്ടവാടാത്ത ഒരാള്. അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്ന പിന്നെ അമ്മൂമ്മ ദേഷ്യപ്പെടൂലല്ലോ, ഭയങ്കര പീസ്ഫുൾ മോഡിലല്ലോ നിക്കോളൂ. പോവാ അമ്മൂമ്മേ. എടി നീ എന്തോ പറയാൻ വന്നേന്ന് പറ. ചേച്ചി മാട്ടറിന്ന് വിട്ടുപോലെ പറ കാര്യം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മയുടെ തെറ്റ് ചൂണ്ടിക്കാട്ടി അമ്മൂമ്മയ്ക്ക് വെറുതെ ഈഗോ ഒക്കെ അടിക്കും. വെറുതെ എന്തിനാണ്? லிச்சு, நீ ஒன்னும் சொல்ல வேண்டாம். அம்மாக்கு கோபம் வந்தா மாரியாத்த ஆடுற மாதிரி ஆடுவாங்க, அதனால ஒன்னும் சொல்ல வேண்டாம். കനകം ആള് കൊള്ളാവല്ലോ. അയ്യോ ആന്റി, ഒന്നും മിണ്ടാതിരി. ഇനി ഇതിൽ പിടിച്ച് അമ്മൂമ്മ അങ്ങോട്ട് കൊണ്ടാടും. എടി നീ പറയാമെന്ന് എന്തോന്ന് പറ. അതന്നെ പറ. കൊച്ചേ, നീ മിണ്ടാതെ ഇല്ലേ? പറ, നീ എന്തോ പറയാമെന്ന് പറ. ഞാൻ പറയും. പറഞ്ഞോ? ഉറപ്പായിട്ടും പറയും. ഉറപ്പായിട്ടും പറയണമല്ലോ. എന്നാലേ അമ്മൂമ്മയ്ക്കൊരു വിചാരമുണ്ട്, അമ്മൂമ്മ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന്. അത് വെറുതെയാ. അമ്മൂമ്മ വെറുതെ ഇരിക്കുമ്പോഴേ അമ്മൂമ്മ സ്വയം വിമർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് അമ്മൂമ്മയുടെ ഭാവിക്ക് ഗുണം ചെയ്യും. ആന്റി, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, ഞാൻ ചെയ്തിട്ട് വരാവേ. അവള് പറഞ്ഞു പോയത് കേട്ടില്ലയോ? കേട്ടേ. ആനാ என்ன இந்த സ്വയം വിമർശനം? അവൾ എന്തോ പറഞ്ഞു പോയത്? സ്വയം വിമർശിച്ച് നോക്ക്. சொல்லுங்கம்மா, என்ன? അതൊന്നുമില്ല. ഒന്നുമില്ലനാ? ഒന്നുമില്ലെന്നാ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ആരുടെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയത്? അതിന് ഞാൻ ആരുടെ അടുത്ത് വഴക്കുണ്ടാക്കാനാ അപ്പൂപ്പ? എല്ലാവരും എൻ്റെ അടുത്ത് വന്നല്ലേ വഴക്കുണ്ടാക്കണേ. അത് തന്നെ അപ്പൂപ്പൻ അറിയത്തില്ലേ? അല്ലേ, ഇപ്പോഴെന്താ സംഭവിച്ചത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഇച്ചിരി പഴയ കാര്യമാ. ഓ, അപ്പൂപ്പനെ അമ്മൂമ്മേനെ പെണ്ണ് കാണാൻ പോയപ്പോഴേ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. അതെന്താ മോളിപ്പോ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. പറ അപ്പൂപ്പ, സംസാരിച്ചായിരുന്നു? അന്നത്തെ കാലത്ത് നേരെ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല, പിന്നെയാ സംസാരിക്കുന്നത്. കാരണം നോക്കാണ്ട് തീരുമാനിച്ചു, കല്യാണം ഒന്ന് നടത്തി. അപ്പൊ സംസാരിച്ചില്ല?
ഏയ് സംസാരിച്ചൊന്നുമില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അപ്പൂപ്പൻ സംസാരിച്ച് കാണൂലെന്ന്. സംസാരിക്കാതെങ്കിൽ ആ നിമിഷം അപ്പൂപ്പൻ തീരുമാനിച്ചേനെ ഈ പെണ്ണിനെ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടൂലെന്ന്. ഒരു കണക്കിന് മോള് പറഞ്ഞത് ശരിയാ. കല്യാണം കഴിഞ്ഞ് വന്ന ദിവസം ഉണ്ടല്ലോ, അവൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവളൊരു പാവം പിടിച്ച പെണ്ണായിരിക്കും. പിറ്റേന്ന് നേരം എടുത്തപ്പോൾ തുടങ്ങിയില്ലയോ ബഹളം. ആ ബഹളം ഉണ്ടല്ലോ ഈ നിമിഷം വരെ നിർത്തിയിട്ടില്ല. എന്തായാലും അപ്പൂപ്പനെ സമ്മതിക്കണം, ഇത്രയും വർഷമായിട്ട് അമ്മൂമ്മേനെ സഹിക്കുന്നതിന്. എടി പൊടി ഈ പറയുന്നത് അവള് കേൾക്കണ്ട കേട്ടോ. ചില സമയത്തുണ്ടല്ലോ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പോലും അവക്ക് മനസ്സിലാവത്തില്ല. അടുക്കളയിൽ വെച്ച് അമ്മൂമ്മയായിട്ട് എന്തോ സംസാരം ഉണ്ടായില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.